പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് ജീവിക്കുന്ന ജനങ്ങൾ, പ്രധാനമായും പാകിസ്ഥാനികൾക്ക് ഇന്ത്യയിൽ വരാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ദിവസങ്ങൾക്ക് മുൻപ് പെഹൽഗാം അറ്റാക്ക് സംഭവിച്ചപ്പോൾ 48 മണിക്കൂറിനുള്ളിൽ തന്നെ അവിടെയുള്ള എല്ലാ പാകിസ്ഥാൻ ജനങ്ങളെയും, ഏത് വിസയിൽ ഇന്ത്യയിൽ താമസിക്കുന്നവരായാലും അവരെല്ലാവരും പുറത്തേക്ക് പോകണം എന്ന് ഒരു അറിയിപ്പ് ഇന്ത്യൻ ഗവൺമെന്റ് പുറത്തുവിട്ടു. അതേ തുടർന്ന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഈ അതിർത്തിയോട് ചേർന്ന പ്രദേശം, പ്രധാനമായും വാഘ ക്രോസിംഗിന് ചുറ്റുമുള്ള പ്രദേശം, അവിടെയുള്ള പാകിസ്ഥാനികൾ ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയിൽ വന്നു പോകാറുണ്ടായിരുന്നു. അവരിപ്പോ ഇന്ത്യക്ക് അനുകൂലമായി സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകണം, ഞങ്ങളെ ഇന്ത്യയിലെ സിറ്റിസൺസായി അംഗീകരിക്കണം എന്ന് സർക്കാരിനോട് ഒരു അഭ്യർത്ഥന നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ട്വിസ്റ്റ് എന്താണെന്ന് അറിയണ്ടേ? ഇപ്പൊ പാകിസ്ഥാനിലെ റെയിൽവേ മിനിസ്റ്റർ ചില ദിവസങ്ങൾക്ക് മുൻപ് വളരെ ആവേശകരമായ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞങ്ങളുടെ പക്കൽ ഏകദേശം ഒരു 100, 130, 140ഓളം ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്. അതൊന്നും വെറുതെയല്ല വച്ചിരിക്കുന്നത്. ഇന്ത്യയെ പോയിന്റ് ചെയ്താണ് എല്ലാം വെച്ചിട്ടുള്ളത്. എപ്പോഴാണ് ഞങ്ങൾക്കൊരു പ്രശ്നം വരിക, അപ്പോ ഞങ്ങളിത് അയക്കാൻ ഒരിക്കലും മടിക്കില്ല എന്ന് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചു. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള എല്ലാ വ്യക്തികൾ, ബന്ധുക്കൾ എല്ലാവരെയും പാകിസ്ഥാനിൽ നിന്നും മാറ്റി ലണ്ടനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് ഈ ഒരു കുടുംബത്തിൽ മാത്രം അല്ല സംഭവിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ മാത്രമല്ല സംഭവിച്ചത്. ഈസ്റ്റേൺ ഫ്രണ്ടിലുള്ള പാകിസ്ഥാന്റെ ഭൂരിഭാഗം അധികാരികളും മിക്ക ഉദ്യോഗസ്ഥരും ഏകദേശം 400-500 പേരോളം അവരുടെ ജോലിയിൽ നിന്നും പുറത്തു പോയതായി വാർത്ത വന്നിട്ടുണ്ട്. മറ്റു പല വാർത്തകൾ എല്ലാം ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഹനി അബ്ബാസ്, ഈ പാകിസ്ഥാന്റെ റെയിൽവേ മിനിസ്റ്ററായ ഇദ്ദേഹമാണ് ഒരു കോളിളക്കം സൃഷ്ടിച്ചത്. ഇദ്ദേഹം നോർമലായി സംസാരിച്ചിരുന്നെങ്കിൽ പോലും ഇക്കാര്യം ഇത്രയേറെ സെൻസിറ്റീവ് ആയില്ലായിരുന്നു. 140 ന്യൂക്ലിയർ വെപ്പൺസ് ഞങ്ങൾ വെറുതെ കാഴ്ചയ്ക്ക് വേണ്ടി മാത്രം വച്ചിരിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. ഞങ്ങളുടെ പക്കൽ അണുവായുധം ഉള്ളത് തന്നെ ഇന്ത്യയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ആവശ്യം വരുമ്പോൾ ഇന്ത്യ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം നൽകുകയാണെങ്കിൽ ഇവയെല്ലാം പറക്കും. ഇവയൊന്നും ഷോക്കേസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല വച്ചിരിക്കുന്നത് എന്ന ഒരു കാര്യം പറഞ്ഞു. ഇദ്ദേഹം സംസാരിച്ച ഇക്കാര്യം എത്ര വലിയ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചു എന്നറിയണ്ടേ? കേരളത്തിലെ ജനങ്ങൾ പോലും പറയാൻ തുടങ്ങി, പാകിസ്ഥാനുമായി നമ്മളൊരു യുദ്ധത്തിന് പോകണം. അവർ ഇത്രത്തോളമൊക്കെ സംസാരിക്കുന്നുണ്ട്, എന്തിന് നമ്മൾ അവരെ വിട്ടുവെക്കണം? ഇങ്ങനെ ഇന്ത്യയിലുള്ള അത്രയും ജനങ്ങളെയും രോഷാകുലരാക്കി. അത്രത്തോളമായിരുന്നു അദ്ദേഹം സംസാരിച്ച ആ വാക്കുകൾ. ഇങ്ങനെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം ചെയ്തത്, അദ്ദേഹം മാത്രമല്ല, വീണ്ടും പല പട്ടാള ഉദ്യോഗസ്ഥർ, സർക്കാരിലെ ഉദ്യോഗസ്ഥർ, ഇങ്ങനെ പാകിസ്ഥാൻ സൈന്യത്തിൽ ആർക്കെല്ലാമാണോ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നത് അവരും അവരുടെ കുടുംബവും ആ രാജ്യത്തിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇതിനകം സെറ്റിലായിട്ടുള്ള യൂറോപ്യൻ കൺട്രീസിലേക്ക് തന്നെ പോയിട്ടുണ്ട്. അവർക്ക് അവിടെ സ്വത്ത്, പണം എല്ലാം തന്നെ ഉണ്ട്. ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അങ്ങനെ അവിടേക്ക് അവർ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോ സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവരുടെ കുടുംബത്തിലുള്ളവരെ സുരക്ഷിതമായി നോക്കുന്ന അവർ ഈ അതിർത്തിയോട് ചേർന്ന് ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള സഹായമൊന്നും ചെയ്തിട്ടേയില്ല. ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. കാശ്മീരിലെ എല്ലാവരും പാകിസ്ഥാനെ സപ്പോർട്ടായി സംസാരിക്കുന്നു. കാശ്മീരിലെ ജനങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കാം. പക്ഷേ സത്യം അങ്ങനെയല്ല. ഒരുപാട് പേർ, അവിടെയുള്ള വ്യക്തികൾ ഇന്ത്യയുമായി ചേരാനാണ് ആഗ്രഹിക്കുന്നത്. അതിർത്തിക്കപ്പുറത്ത് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിലുള്ള വ്യക്തികളായാലും ശരി, പാകിസ്ഥാന്റെ അതിർത്തി കഴിഞ്ഞുള്ള വ്യക്തികളായാലും ശരി, ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയിലേക്ക് വന്നു പോകുന്നവരാണ്. ഇന്ത്യയിലെ സിറ്റിസൺഷിപ്പ് ഇല്ലെങ്കിൽ പോലും ഇന്ത്യയിൽ താമസിക്കാനുള്ള പെർമിഷൻസ് ചിലർക്കൊക്കെ നൽകിയിട്ടുണ്ട്. ഭർത്താവ് പാകിസ്ഥാനിലും ഭാര്യ ഇന്ത്യയിലുമായിരിക്കും, അല്ലെങ്കിൽ മാറി മാറി വിവാഹം കഴിക്കുന്ന കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള വ്യക്തികളെല്ലാം ഇപ്പൊ പറഞ്ഞത്, ഞങ്ങൾക്ക് പാകിസ്ഥാനെ ആവശ്യമില്ല, ഞങ്ങൾക്കുള്ള സംരക്ഷണം ഇവിടെ ഇല്ല, ഞങ്ങൾക്കൊരു സെക്യൂരിറ്റി നൽകി ഞങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകണം, ഞങ്ങൾ ഈ പ്രദേശത്ത്, അതായത് ഇന്ത്യയിലേക്ക് വന്ന് 5-10 വർഷമായി, ഞങ്ങൾക്കുള്ള ഒരു സിറ്റിസൺഷിപ്പ് നിങ്ങൾ നൽകണമെന്നുള്ള ഒരു അഭ്യർത്ഥന നടത്തി. അപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ജനങ്ങൾ ഇപ്പൊ സർക്കാരിനെതിരെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ പാകിസ്ഥാന്റെ സർക്കാർ ഏതെങ്കിലും ഒരു ഭീകരാക്രമണം സ്പോൺസർ ചെയ്ത് ഇന്ത്യയിലേക്ക് ഒരു ആക്രമണം നടത്തിയാൽ അവിടെ പ്രശ്നങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് ജനങ്ങളാണ്. ഇതവർക്ക് വ്യക്തമായി തന്നെ അറിയാം. ഇത് എന്നല്ല, ഇതിനു മുൻപ് നടന്ന എല്ലാ അറ്റാക്സിലും പാകിസ്ഥാൻ സർക്കാരിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. പക്ഷെ ഇൻഡയറക്റ്റായി ബാധിക്കപ്പെടുന്നത് ഇതുപോലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ കാരണം സമ്പദ് വ്യവസ്ഥ തിരിച്ചടിയാകുമ്പോൾ അത് ജനങ്ങളുടെ തലയിലായിരിക്കും നേരെ ചെന്ന് വീഴുക. ഇപ്പോ ഈ മിനിസ്റ്റർ സംസാരിച്ച കാര്യം നമുക്ക് മാറ്റിവെക്കാം.
അടുത്ത മറ്റൊരു കാര്യം, പാകിസ്ഥാന്റെ ന്യൂക്ലിയർ വെപ്പൺസ് ഒരു ഭീഷണിയാവുകയാണെങ്കിൽ ഇന്ത്യ അതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യും എന്നുള്ള ഒരു ചോദ്യം ഒരുപാട് പേർ ചോദിച്ചു. ഇതിന്റെ പക്കൽ നമുക്ക് ലളിതമായ ഒരു ഡോക്ട്രൈൻ ഉണ്ട്. ന്യൂക്ലിയർ ഡോക്ട്രൈൻ ആണോ? നമ്മൾ ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്യില്ല എന്ന ഒരു ന്യൂക്ലിയർ ഡോക്ട്രൈൻ ഉണ്ടല്ലോ, അതാണോ എന്ന് ചോദിച്ചാൽ അതല്ല. ഇത് കോൾഡ് സ്റ്റാർട്ട് എന്ന ഒരു ഡോക്ട്രൈൻ ആണ്. ഈ ഡോക്ട്രൈൻ രൂപീകരണത്തിന്റെ പ്രധാനപ്പെട്ട കാരണം 2000 നമ്മുടെ പാർലമെന്റിൽ നടന്ന ഒരു ആക്രമണമായിരുന്നു. ഈ പാർലമെന്റ് ആക്രമണം നടന്നതിനു ശേഷം ഓപ്പറേഷൻ ബറാക്ക് നമ്മൾ ലോഞ്ച് ചെയ്തു. എന്നാൽ ഈ ലോഞ്ച് ചെയ്ത ഓപ്പറേഷനിൽ നിരവധി തകരാറുകൾ ഉണ്ടായിരുന്നു. നമ്മൾ പൂർണ്ണ ശക്തിയോടുകൂടി അതിർത്തിയിൽ പോയി അവിടെ ഒരു വലിയ പ്രഷർ നൽകാൻ നമുക്ക് 1 മാസം വരെയും സമയമെടുത്തു. അതിനുള്ളിൽ പാകിസ്ഥാൻ അവരുടെ അതിർത്തി സെക്യൂർ ചെയ്യുകയും അമേരിക്ക ഉപയോഗിച്ച് ഇന്ത്യക്ക് ഒരു വലിയ പ്രഷർ നൽകി. ആ സമയം ഇന്ത്യ ചെയ്തത്, അപ്പോ ആർമിയുടെ ചീഫായിരുന്ന ജനറൽ ദീപക് കപൂർ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഡോക്ട്രൈൻ മാറ്റേണ്ട നിർബന്ധത്തിലേക്ക് വരുന്നു. അങ്ങനെ അടുത്തിടെ മരിച്ച സായുധ സേനയുടെ മേധാവിയായ ബിപിൻ റാവത്ത് അദ്ദേഹം ഇങ്ങനെ എല്ലാവരും ചേർന്ന് സൃഷ്ടിച്ചതാണ് ഈ കോൾഡ് സ്റ്റാർട്ട് എന്ന ഡോക്ട്രൈൻ. ഇതിന്റെ പ്രധാനപ്പെട്ട ആശയം എന്താണെന്ന് അറിയണ്ടേ? ഇപ്പൊ പാകിസ്ഥാൻ ഏതോ ഒരു കാര്യം ഇന്ത്യക്കുള്ളിൽ ചെയ്യുകയാണ്. ഡയറക്റ്റ് അല്ല ചെയ്യുന്നത്. ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ആക്ട് ഓഫ് വാർ ആണ്. നമുക്ക് നമ്മുടെ ഫോഴ്സസ് ഉപയോഗിച്ച് റെസ്പോണ്ട് ചെയ്യാം. എന്നാൽ ഡയറക്റ്റ് ചെയ്യാതെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചു. അവർ അവരുടെ ജോലി നേരിട്ട് ചെയ്യുന്നതിന് പകരം ഇന്ത്യക്കുള്ളിലേക്ക് തീവ്രവാദ ഗ്രൂപ്പുകളെ അയച്ച് അവരുടെ പ്രവർത്തനങ്ങൾ വഴി, അവരുടെ ഭീകര പ്രവർത്തനങ്ങൾ വഴി ഇന്ത്യയിൽ പ്രശ്നമുണ്ടാക്കുന്നു. അങ്ങനെ ഇന്ത്യനെ തിരിച്ചടിക്കുകയാണെങ്കിൽ ഇന്ത്യയെ അഗ്രസറായി ഫ്രെയിം ചെയ്യും. ഇന്നുവരെയും അത് തന്നെയാണ് സംഭവിച്ചത്. എന്നാൽ എല്ലാ രാജ്യങ്ങൾക്കും അറിയാം അവിടെ ആരാണ് ഈ ജോലികളെല്ലാം ചെയ്യുന്നത്, ഇതിന് പുറകിൽ ആരുടെ ഇൻഫ്ലുവൻസ് ആണ് ഉള്ളത് എന്ന്. പക്ഷെ നമുക്ക് തെളിവുകളൊന്നും ലഭിക്കില്ല. ഭീകരവാദികളുടെ പ്രവർത്തനങ്ങൾ നമുക്കവിടെ എടുത്തു കാണിക്കാൻ പോലും സാധിക്കില്ല. അങ്ങനെ കാണിച്ചാലും കൂടിപ്പോയാൽ ഐക്യരാഷ്ട്രസഭയിൽ അവർ വന്ന് പറയും, ഇതിനും ഞങ്ങൾക്കും യാതൊരു ബന്ധവും ഇല്ല എന്ന് എപ്പോഴത്തെയും പോലെ കാശ്മീർ കാര്യത്തെ വലിച്ചിടും. ഈ ഒരു രീതിയിൽ പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു തിരിച്ചടി നൽകണമെന്നുണ്ടെങ്കിൽ കോൾഡ് സ്റ്റാർട്ട് എന്ന സർപ്രൈസ് ആയ ഒരു അടി നൽകണം. ഇതിന്റെ പ്രധാനപ്പെട്ട ആശയം തന്നെ സർപ്രൈസ് ആണ്. അത്രത്തോളം ഫാസ്റ്റായി നമ്മുടെ സൈന്യത്തെ മൊബിലൈസ് ചെയ്ത് ഒരു സർപ്രൈസ് അറ്റാക്ക് നടത്തണം. ഇപ്പൊ പാകിസ്ഥാനിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയല്ലോ, അതുപോലെ നമ്മുടെ മിഷൻ റെഡിനെസ് ഇംപ്രൂവ് ചെയ്യണം. അകത്തേക്ക് കയറുന്നതും അറിയാൻ പാടില്ല, ആക്രമിക്കുന്നതും അറിയാൻ പാടില്ല. എന്നാൽ അവർക്ക് ലഭിച്ച അടിയുടെ ആഘാതം അവർക്ക് ഓർമ്മയുണ്ടാകണം. ഈ ഒരു കോൺസെപ്റ്റിലാണ് ഈ ഡോക്ട്രൈൻ ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഈ കോൾഡ് സ്റ്റാർട്ട് ഇതിനകം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ന്യൂക്ലിയർ വാർ ഇല്ലാതെ, ഒരു പൂർണ്ണ യുദ്ധം തുടങ്ങാതെ നമ്മെക്കൊണ്ട് പാകിസ്ഥാനെ ആക്രമിക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ അത് ഈ കോൾഡ് സ്റ്റാർട്ട് ഡോക്ട്രൈൻ വഴി ചെയ്യാൻ സാധിക്കും. ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയ പാകിസ്ഥാൻ ഇതിനെങ്ങനെ റിയാക്ട് ചെയ്തു എന്നറിയണ്ടേ? നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല. TNW എന്ന ടാക്ടിക്കൽ ന്യൂക്ലിയർ വാർഹെഡ് ഇത് ഞങ്ങൾ ഉപയോഗിക്കും. പോരാത്തതിന് അപ്പോഴത്തെ ഷേഖ് റഷീദ് റെയിൽവേ മിനിസ്റ്റർ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്താണ് ഞങ്ങളെ ഈ കോൾഡ് സ്റ്റാർട്ട് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണോ? 2019 ഇത് പറഞ്ഞത്. നിങ്ങൾ ഒരു കാര്യം ഓർത്തു വെക്കുക, പാകിസ്ഥാന്റെ പക്കൽ മിനി ന്യൂക്ലിയർ മിസൈൽസ് ഉണ്ട്, മിനി ന്യൂക്ലിയർ വാർഹെഡ്സ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് അധികമൊന്നും കേട്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ഇത് മാത്രമല്ല, ഒരുപാട് കാര്യം അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ പക്കൽ 250 ഗ്രാം മുതൽ 300 ഗ്രാം, അവിടെ കിലോഗ്രാം അല്ല പറയുന്നത്, ഏകദേശം ഒരു 1/4 കിലോ 1/2 കിലോയ്ക്കുള്ളിൽ അത്രയും ഭാരമുള്ള ന്യൂക്ലിയർ വാർഹെഡ്സ് ഉണ്ട്. അത് വിക്ഷേപിക്കാനുള്ള പ്ലാറ്റ്ഫോം ഞങ്ങളുടെ പക്കലുണ്ട്. അപ്പോ ഈ കോൾഡ് സ്റ്റാർട്ട് ഡോക്ട്രൈൻ ഇന്ത്യ പാകിസ്ഥാന് എതിരെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ചെറിയ ചെറിയ ന്യൂക്ലിയർ മിസൈൽസ് ഞങ്ങൾ ബോർഡറോട് ചേർന്ന പ്രദേശങ്ങളിൽ ഇടും. ആ സമയം ഇന്ത്യയുടെ ബോർഡർ മൂവ്മെന്റ്സ്, ബോർഡർ സെക്യൂരിറ്റിയെ ഞങ്ങളെ കൊണ്ട് തകർക്കാൻ കഴിയും. ഇതിന്റെ അഡ്വാൻസ്ഡ് മെക്കാനിസം, മെഷർമെന്റ്സ് എല്ലാം ഞങ്ങളുടെ പക്കൽ ഉണ്ട് എന്നുള്ള ഒരു വലിയ ബോംബ് എടുത്തെറിഞ്ഞു. സത്യത്തിൽ ഇദ്ദേഹം ഇട്ട ഈ ഒരു ബോംബ് എത്ര വലുതാണെന്ന് അറിയണ്ടേ? ഹിരോഷിമ നാഗസാക്കിയിൽ അമേരിക്ക ഡ്രോപ്പ് ചെയ്തതിനെക്കാട്ടിലും ഒരു വലിയ ബോംബായിരുന്നു. യഥാർത്ഥത്തിൽ ഇതുപോലൊരു വെപ്പൺ, 200-300 ഗ്രാമിലുള്ള ഒരു വെപ്പൺ, ന്യൂക്ലിയർ വെപ്പൺ നിർമ്മിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും സാധ്യമല്ലാത്ത ഒരു കാര്യമാണ്. അതായത് ഒരു വർക്കിംഗ് പ്രോട്ടോടൈപ്പ് തയ്യാറാക്കി അത് ലോഞ്ച് ചെയ്യുക എന്നുള്ളത് അത്രത്തോളം സാധ്യമായൊരു കാര്യമേ അല്ല. ഇതുവരെയും ഉള്ളതിൽ വെച്ച് ഷോർട്ടസ്റ്റ് ന്യൂക്ലിയർ വെപ്പൺ അത് അമേരിക്കയാണ് നിർമ്മിച്ചത്. അത് ഫീൽഡിൽ വെച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്പറേഷണൽ റെഡ് വിങ് എന്ന ഒരു കോഡ് നെയിമോടുകൂടി 1956 ഈ സ്യൂട്ട് കേസ് ന്യൂക്സ് എന്ന കോൺസെപ്റ്റിന് കീഴിൽ ചെയ്തതാണ്. ഇതിന്റെ സൈസ് തന്നെ 44 കിലോയാണ്. അതായത് വാർഹെഡിന്റെ ഭാരം മാത്രം. അത് ലോഞ്ച് ചെയ്യുന്ന പ്ലാറ്റ്ഫോം അവിടെ പറഞ്ഞിട്ടില്ല.
വാർഹെഡിന്റെ ഭാരം മാത്രം 44 കിലോയുണ്ട്. 1956 ഇത് സംഭവിച്ചത്. പക്ഷെ ഇപ്പോഴുള്ള ടെക്നോളജി വേറെയാണല്ലോ. ഇപ്പോ നമ്മുടെ പക്കൽ 1 കിലോയുള്ള പ്ലൂട്ടോണിയം പ്ലേറ്റ്സിനെ പോലും ഡിസ്ക് ഷേപ്പിലേക്ക് മാറ്റി കംപ്രസ് ചെയ്യുന്നതിലൂടെ ഒരു ഫിഷൻ റിയാക്ഷൻ ചെയ്യാൻ സാധിക്കുമല്ലോ. അത്രത്തോളം ടെക്നോളജിയൊക്കെ നമുക്കുണ്ടല്ലോ എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും ചെയ്യാൻ സാധിക്കും. 1 കിലോ അല്ല, 2 കിലോയും അല്ല, 3, 5 കിലോ, അതായത് കിലോ ടണ്ണിന് താഴെ സബ് കിലോ ടൺ എക്സ്പ്ലോഷൻ എന്ന് പറയും. ഇങ്ങനെ കിലോ ടണ്ണിന് കീഴിലുള്ളത് പോലുള്ള സ്ഫോടന വസ്തുക്കൾ നമുക്കൊണ്ട് സൃഷ്ടിക്കാൻ സാധിക്കും. പക്ഷെ അതിന്റെ അഡ്വാൻസ്മെന്റ്, അതിന്റെ ടെക്നോളജി ആവശ്യമാണ്. ഇപ്പോ ന്യൂക്ലിയർ വെപ്പൺസ്, ഈ വാർഹെഡിനെ സംബന്ധിച്ചിടത്തോളം ഓരോ മിസൈലിനും ഓരോ വാർഹെഡ് ടൈപ്പാണ്. ഉദാഹരണത്തിന് നമ്മുടെ അഗ്നി സീരീസിലുള്ള മിസൈൽസ് എടുത്താൽ 900 മുതൽ 1200 കിലോയുള്ള വാർഹെഡ്, അതിൽ വയ്ക്കാനുള്ള പേലോഡ് കപ്പാസിറ്റി അതിനുണ്ട്. ന്യൂക്ലിയർ വെപ്പൺ വാർഹെഡ് ആണ്. റഷ്യയുടെ സാർമത്ത് എടുത്ത് നോക്കിയാൽ അതിന്റെ MIRV ടെക്നോളജി, അതിലുള്ള ഇൻഡിപെൻഡന്റ് വെഹിക്കിൾസ് എല്ലാത്തിന്റെയും വാർഹെഡ് ഭാരം നോക്കുകയാണെങ്കിൽ 8 മുതൽ 10 ടണ്ണോളം വരും. അമേരിക്കയുടെ മിൻച്ച്മാൻ, അവരുടെ പക്കലുള്ള P-83, ഈ ന്യൂക്ലിയർ വെപ്പൺസിന്റെ ഭാരം അതിനനുസരിച്ചതുപോലെ ഇൻഡിവിജ്വലായി 1.5 ടൺ മുതൽ 3 ടൺ വരെയും ഉണ്ട്. ഈ W-18 എന്ന ന്യൂക്ലിയർ വാർഹെഡിന്റെ ഭാരം മാത്രം 4 ടണ്ണോളം ഉണ്ട്. ഇങ്ങനെ ഓരോ ബോംബിനും ഓരോ കപ്പാസിറ്റി ഉണ്ട്. അമേരിക്ക ഹിരോഷിമ നാഗസാക്കിയിൽ ഇട്ടില്ലേ, ആ ബോംബുകളെക്കാൾ ഇവയെല്ലാം പവർഫുൾ ആണ്. ഇങ്ങനെ ഓരോ മിസൈലിനും ഓരോ ന്യൂക്ലിയർ വാർഹെഡിനും ഇൻഡിവിജ്വൽ പെർഫോമൻസ്, ഇൻഡിവിജ്വൽ കാറ്റഗറി ഉണ്ട്. അപ്പോ ഇവിടെ അതൊന്നുമല്ലാതെ ഞങ്ങളുടെ പക്കൽ 1/4 കിലോയിൽ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട്, 300 ഗ്രാമിൽ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് വെറും പ്രൊപ്പഗണ്ട മാത്രമായിരുന്നു. ഇത്രത്തോളം മിനി ന്യൂക്ലിയർ വെപ്പൺസ് നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ടെക്നോളജി ഇന്ന് പല രാജ്യങ്ങളുടെ പക്കലും ഇല്ല. അങ്ങനെ സൃഷ്ടിച്ചാൽ പോലും അതിനെ കൊണ്ട് യാതൊരു പ്രയോജനവും കാണില്ല. ഇതിനകം തന്ത്രപരമായ ന്യൂക്സ് ഒരു പ്രത്യേക നഗരത്തെ മാത്രം നശിപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരു നിശ്ചിത ചതുരശ്ര കിലോമീറ്റർ, ഒരു 10, 20, 50 ചതുരശ്ര കിലോമീറ്ററിനിടയിലുള്ള പ്രദേശങ്ങളെ നശിപ്പിക്കാൻ സൃഷ്ടിച്ച ആയുധങ്ങൾ തന്നെ ടാക്ടിക്കൽ കാറ്റഗറിയിലായിരിക്കും വരിക. കൂടാതെ പിനാക്ക, വീണ്ടും പല ഗ്രാഡ് MLR സിസ്റ്റം, അമേരിക്കയുടെ ഹൈമാസ്, ഈ ഓരോ മിസൈലിനെ നോക്കിയാൽ അത് എത്രത്തോളം ചെറുതാണെന്ന് മനസ്സിലാക്കാം. ഈ ഓരോ മിസൈലും ന്യൂക്ലിയർ വാർഹെഡ് വെച്ച് അയച്ചാൽ എങ്ങനെ ഒരു റിയാക്ഷൻ ആണോ നൽകുക, അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരു മെക്കാനിസം ആണോ അത്, അതാണ് ഇവിടെ പാകിസ്ഥാനും ചെയ്തതായി പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഇത് വെറും പ്രൊപ്പഗണ്ട മാത്രമാണ്. ഇങ്ങനൊരു ടെക്നോളജി ഇപ്പോൾ അവരുടെ പക്കൽ ഇല്ല. അത്രത്തോളം അഡ്വാൻസ്ഡ് ടെക്നോളജി ആരും തയ്യാറാക്കണമെന്ന് ചിന്തിച്ചിട്ടുമില്ല, അതിന്റെ ആവശ്യകതയും വന്നിട്ടില്ല. അപ്പോ ഇന്ത്യയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി, ഇന്ത്യയെ കോർണർ ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് ഇത്. ഇന്ത്യൻ അതിർത്തിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇല്ലാത്ത ഒരു ടെൻഷനും സംഘർഷവും ഉണ്ടാകുന്നുണ്ട്. 2019 ശേഷം ഇപ്പോൾ അധികമാകാൻ തുടങ്ങിയിട്ടുണ്ട്. റിട്ടാലിയേഷൻ ഓൺ ദ വേ എന്നാണ് പറഞ്ഞത്. ഈ എസ്കലേഷൻസിനെ സംബന്ധിച്ച് ഇതൊരു ഓൾ ഔട്ട് വാറിൽ അവസാനിക്കാതിരിക്കുകയാണെങ്കിൽ 2 രാജ്യങ്ങൾക്കും നല്ലതാണ്. ഒരു പക്ഷേ ഇവിടെ ഒരു ഓൾ ഔട്ട് വാറിൽ അവസാനിച്ചാൽ 2 വിഭാഗത്തിനും ഒരുപാട് നഷ്ടം വരും. സാമ്പത്തികമായി നമ്മൾ ഒരുപാട് തകരും. ഫിസിക്കലി ഉണ്ടാകുന്ന നഷ്ടങ്ങൾ നമുക്കിവിടെ പറയണ്ട. തീർച്ചയായും പാകിസ്ഥാന് കൂടുതൽ പ്രശ്നമുണ്ടാകും. അവിടെ ഇൻഫ്രാസ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് ഉണ്ടാകുന്നതിനെക്കാട്ടിലും കൂടുതൽ നാശനഷ്ടം പാകിസ്ഥാൻ ഉണ്ടാകും. പക്ഷേ സമ്പദ് വ്യവസ്ഥ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ, ഇന്നുള്ള ഇന്ത്യയുടെ ഈ ഗ്രോത്ത് ഫാക്ടർ വെച്ച് നോക്കിയാൽ ഇന്ത്യക്ക് വലിയ നഷ്ടമായി തന്നെ മാറും. പാകിസ്ഥാനെ എടുത്താൽ പിന്നെ അവരുടെ പക്കൽ ഒന്നും തന്നെ ഇല്ല. അവർ വീഴ്ചയുടെ പാതയിലാണുള്ളത്. ഇനിയിപ്പോ അവരെ അടിച്ചാലും താഴെ വീണാലും അവർ അതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ ഇപ്പോഴുള്ള ഈ ഒരു ഗ്രോത്ത് ഫാക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് സിവിയർ കോൺസിക്വൻസസ് തന്നെ ഉണ്ടാകും. അതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ കഴിയുന്നത്ര പീസ്ഫുള്ളായി ഈ ഒരു പ്രശ്നം അവസാനിപ്പിക്കാം. പീസ്ഫുൾ എന്ന് പറയുമ്പോൾ ബോർഡർ സ്ട്രൈക്ക് നമുക്ക് മാറ്റി നിർത്താം, സർജിക്കൽ സ്ട്രൈക്ക് ചെയ്യാം, ശത്രുക്കളുടെ ക്യാമ്പ്സിന് നേരെ അസിമെട്രിക് വാർഫെയർ ചെയ്യാം. ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കാത്തിരുന്ന് കാണാം ഇന്ത്യ ഇതിൽ ഏത് തിരഞ്ഞെടുക്കും എന്ന്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രധാനമായും പാകിസ്ഥാന്റെ ഈ 1/4 കിലോയുള്ള ന്യൂക്ലിയർ വെപ്പൺസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് ഇന്ത്യ എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.